നാമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിന്നോട് ചോദിക്കാണ് പടച്ചവനെ, അൻതജ്അലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, വനൂറ സദ്രി, എന്റെ ഹൃദയത്തിന്റെ പ്രകാശവുമാക്കണേ, വജലാ ഹുസ്നി, എന്റെ ദുഃഖം നീങ്ങിപ്പോകാൻ വഴിയാക്കണേ, വദഹാബ ഹമ്മി, എന്റെ മനക്ലേശം എന്റെ മനോദുഃഖം പോവാനും നീ കാരണമാക്കണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, മാ ഖാല അബ്ദുൻ ഖത്തു, ഒരടിമ ഒരിക്കലും ഇത് പറഞ്ഞാൽ സംഭവിക്കാതിരിക്കയില്ല, ഇല്ല അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു, അവന്റെ പ്രയാസത്തെ അള്ളാഹു നീക്കിക്കളയും. മാത്രമല്ല അവന്റെ ദുഃഖത്തിന് പ്രയാസത്തിന് പകരം അള്ളാഹു അവന് സ്വസ്ഥമായ അവസ്ഥ, സന്തോഷത്തിന്റെ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു, സ്വസ്ഥമായ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഒരു അടിമ ശരിക്കും അള്ളാഹുവിനോട് ചോദിക്കൽ, അവന്റെ മനസ്സിന്റെ വിഷമം മാറാനുള്ള ചികിത്സ സത്യത്തിൽ ഇതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാ, അള്ളാഹുവിനോട് ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്താൽ, ഇസ്തിഗ്ഫാറിനെ നിത്യമാക്കിയാൽ, പതിവാക്കിയാൽ, ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, അവന്റെ എല്ലാ കുടുസമായ അവസ്ഥയിൽ നിന്നും അവൻക്കൊരു മഖ്റജ്, ഒരു പുറപ്പെടൽ സ്ഥാനം, ഒരു രക്ഷക്കുള്ള വഴി പടച്ചവൻ ഉണ്ടാക്കി തരും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ മനപ്രയാസത്തിൽ നിന്നും മനക്ലേശത്തിൽ നിന്നും അവന് സ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവന്റെ ഉപജീവനവും അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. എന്ത് ചെയ്താൽ? ഇസ്തിഗ്ഫാർ. മനസ്സിന്റെ മനോവധ, മാനസിക ടെൻഷൻ, അത് മാറാനുള്ള വഴി എന്താ? ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിലേക്ക് തിരിയുക. പ്രശ്നങ്ങൾ ആരോട് പറയാ? അള്ളാഹിനോട് പറയാ. കാരണം ഇത് മാറ്റാൻ ആരെ കൊണ്ടേ കഴിയുള്ളൂ? അള്ളാഹിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്റെ മാനസികമായ അസ്വസ്ഥത, ഇത് അള്ളാഹുവിലേക്ക് തിരിയുന്ന അവസ്ഥ ഉണ്ടാവണം. ഇത് ഈമാനായിട്ട് വലിയ ബന്ധം. നമ്മൾ സാധാരണ ഇസ്തിഗ്ഫാറും ചെല്ലുണ്ടാവും, ഈ ദുആയും ചെല്ലുണ്ടാവും, പ്രശ്നമായിട്ട് തന്നെ ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാല്, നമ്മൾ മിക്കവാറും നമ്മുടെ മനസ്സിന്റെ യഖീന് ഇതൊന്നും ചെല്ലിയാലൊന്നും നിങ്ങൾ പറയാത്ത, ഇതൊന്നും ചെല്ലിയാതൊന്നും തീരൂല, ഇതിനൊക്കെ വേറെന്തെങ്കിലും ഒരു പണി വേണം, വേറൊരു പണി വേണം എന്നുള്ള അവസ്ഥയിൽ ഇത് ചെയ്തുകൊണ്ടെന്നാല്, അപ്പൊ അള്ളാഹുവിലുള്ള യഖീനോട് കൂടിയിട്ടായിരിക്കണം ഇത് ചൊല്ലാനും പറയേണ്ടത്. അള്ളാഹുവിലുള്ള യഖീൻ അത് ഹൃദയത്തിൽ ഉണ്ടാവണം. ഹൃദയത്തിലുള്ള യഖീനോട് കൂടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ മാറും. എല്ലാ സംഗതി, ദീനിന്റെ എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. യഖീനിന്റെ മുകളിലാണ് ആ സംഗതി തന്നെ ഉള്ളത്. ഞാൻ എത്ര നിസ്കരിച്ചു നോക്കി, എന്റെ പ്രശ്നം മാറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്താൽ മതി? നിസ്കാരത്തേക്ക് തിരിഞ്ഞാ മതി. ആരതാപ്പ ശരി? നിങ്ങൾ ആലോചിക്കല്ലേ? ആലോചിക്കുകയാണെങ്കിൽ കെലിമ ഒന്നും കൂടിയും ചെല്ലേണ്ടി വരും. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവൻ എന്താണ്? ഹക്കാണ്, സത്യമാണ്, അതിലെന്തില്ല, അതിൽ സംശയമില്ല. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഓർക്ക് യഖീനായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിൽ. ഒരു സഹാബി വയറിന് ചെറിയ പ്രശ്നമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ കുറച്ച് തേൻ കുടിച്ചാൽ മതിയാണ്. അദ്ദേഹം പോയിട്ട് തേൻ കുടിച്ചു, ഒന്നും കൂടി സ്ട്രോങ് ആയി, കുറച്ചുകൂടി ലൂസായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് വീണ്ടും പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ചുകൂടി തേൻ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും കുടിച്ചു, പിന്നെയും ഇങ്ങനായി. പിന്നെയും വന്ന് പറഞ്ഞു, പിന്നെയും കുടിച്ചു, ശരിയായി. സഹാബി പറഞ്ഞു, ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു, കാരണം എന്റെ വയറ് കളവ് അറിയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്ക് കളവാവില്ല.